മീര, നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? മാട്രിമോണിയലിൽ നിങ്ങളല്ലേ എനിക്ക് റിക്വസ്റ്റ് അയച്ചത്? അതിലെൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും അല്ലേ കൊടുത്തിട്ടുള്ളൂ? എൻ്റെ ജോബ് ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും അതിൽ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. വെറും മെഡിക്കൽ ടെക്നീഷ്യൻ എന്നാണ് അതിലിട്ടിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചത്? നിന്റെ നാടെവിടെയാ, എന്ത് ജോലി ചെയ്യുന്നു, എന്താ പഠിച്ചത്, ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. പക്ഷേ എങ്ങനെ? നിങ്ങളെ ഞാൻ ഫോളോ ചെയ്തു. എന്താ പേടിച്ചു പോയോ? നിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അത് വെച്ചിട്ടാ പറഞ്ഞത്. ശരി, എന്നാ നിങ്ങളുടെ ഐഡിയും പ്രൊഫൈൽ എന്താ? നിങ്ങളെ പറ്റി ഞാൻ അറിയട്ടെ. എന്റെ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്. കുറച്ച് കളർ കുറവാണെങ്കിലും കാണാൻ നിങ്ങൾ സുന്ദരിയാ. കുറച്ച് കളർ കുറവാന്നോ? ഓ, വെളുപ്പിന്റെ അഹങ്കാരത്തിൽ സംസാരിക്കുവാണോ? ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. പിന്നെ? ഇല്ല, എന്നെക്കാളും ബെറ്റർ പ്രൊഫൈൽസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ലേ? അതിൽ എന്നെ എങ്ങനെ ചൂസ് ചെയ്തെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അതൊന്നും ഇല്ലെന്നേ. നിന്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്നിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ നിന്റെ കൂടെ തന്നെ നിർത്തണമെന്ന് തോന്നിയില്ലേ? അതാ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. എന്താ ആലോചിക്കുന്നേ? ഇല്ലെന്നേ, ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് നടക്കുന്ന കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിയല്ലേ? എനിക്കും അങ്ങനെ തോന്നുന്നത്. ഒരു പക്ഷെ നമ്മൾ സ്പീഡായിട്ടാണ് പോകുന്നത്. ഇല്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. ശരി, വിടാ, അതൊക്കെ നമുക്ക് നോക്കാം. സെറ്റാങ്കി ഓക്കെ, ഇല്ലെങ്കിൽ ഗുഡ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അല്ല, എന്ത് ജോലിയത്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിറയെ പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഈ ജോലിയിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തത്? ഈ ജോലിയിലെ കോമ്പറ്റീഷനേ ഇല്ലാത്തത്. ശരിയല്ലേ? പക്ഷേ രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കണം. കഷ്ടമല്ലേ? കഷ്ടമൊന്നുമല്ല, ജോളിയല്ലേ. എങ്ങനെ? ഈ സമയത്തിനകം എന്റെ ഫ്രണ്ട് എന്ത് ജോളി ആയിരിക്കും അറിയോ? നിങ്ങൾ ജബായിയുടെ വളരെ അടുത്ത സുഹൃത്താണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. യെസ് സർ. അതുമാത്രമല്ല, അദ്ദേഹം എഴുതുന്ന എല്ലാ ബുക്കുകളും നിങ്ങളാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് കേട്ടല്ലോ. അതെ. അങ്ങനെയായിരുന്നിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എങ്ങനെ വഴക്കുണ്ടായി? വഴക്കൊന്നുമില്ല സർ, ജസ്റ്റ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അത്രേ ഉള്ളൂ. അവനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പബ്ലിഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അല്ലല്ല, അത് എനിക്ക് വേണ്ടി എഴുതിയതാ. അങ്ങനെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ പറഞ്ഞു സർ. ഓക്കെ. ആക്ച്വലി ജബ ഒരു നല്ല റൈറ്ററാണ് സർ. അവൻ്റെ പ്രോഡക്റ്റ് വെളിയിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അന്ന് കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു. വേറെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിലില്ല സർ. ഹീ ഈസ് വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ, അത്രേ ഉള്ളൂ. കഥ അദ്ദേഹത്തിന് മാത്രം എഴുതുന്നതാണോ പറഞ്ഞത്? അതെ സർ, അവന് വേണ്ടി തന്നെ എഴുതാന്നാണ് പറഞ്ഞത്. ഓക്കെ. നിങ്ങൾ ഈ ഡ്രോയിങ് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, കണ്ടിട്ടില്ല. നിങ്ങളോ? സാർ കണ്ടിട്ടില്ല സാർ. ഞാൻ ഇനിയും കാണിച്ചില്ലല്ലോ. സാറേ സാറേ കണ്ടിട്ടില്ല സാറേ. കണ്ടിട്ടില്ലല്ലേ? താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. സാർ ഞാൻ പറയാം സാർ. ജബ സാർ ഒരു ദിവസം ഫോൺ ചെയ്ത് ബുക്കിൻ്റെ കവർ പേജ് ഒന്ന് വർക്ക് ചെയ്ത് തരാമെന്ന് ചോദിച്ചു സാർ. ഞാനും അത് ചെയ്തു കൊടുത്തു. പക്ഷേ എല്ലാം അദ്ദേഹം റിജക്റ്റ് ചെയ്തു സാർ. പിന്നെ അദ്ദേഹം തന്നെ ഒരു ഡ്രോയിങ് അയച്ച് ഈ ഡ്രോയിങ് ചേഞ്ച് ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ വർക്ക് ചെയ്ത് തരാൻ പറഞ്ഞു സാർ. ഞാനും കൊടുത്തു സാർ.
ഇതെന്താ ടൈറ്റിലാണോ? അതെ സാർ. ഒരു ബുക്കിന് 2 ടൈറ്റിലുണ്ടല്ലോ. കാവേരിക്കര. എന്തിനാ 2 ടൈറ്റിൽ? അത് സാറേ ഫസ്റ്റ് കാവേരിക്കര എന്നാണ് ടൈറ്റിൽ വെച്ചത്. അതിനുശേഷമാണ് 38-18 എന്ന് മാറ്റാൻ പറഞ്ഞത്. ഇത് 38-18 ആണോ? സാർ 38-18 തന്നെയാണ് സാർ. അത് ഡിസൈൻ സാർ. ഓക്കെ. അതെന്താ ഫോട്ടോസ്? OMR ബിൽഡിങ്സ് ഒക്കെ കാണുന്ന പോലെ ഫോട്ടോസ് ചോദിച്ചായിരുന്നു സാർ. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അദ്ദേഹം റിജക്റ്റ് ചെയ്തു സാർ. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു ഫോട്ടോ അയച്ച് ബാക്ക് പേജിന് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു സാർ. ആ ഫോട്ടോ ആണ് സാർ ഇത്. കാവേരിക്കര. സാർ, ഈ കാവേരിയാർ കർണാടകത്തിൽ നിന്ന് തമിഴ്നാട് മുഴുവനും ഒഴുകുന്നില്ലേ? ഇതിൽ ഏത് സ്ഥലത്തുള്ള കരയാണെന്ന് എങ്ങനെ സാർ കണ്ടുപിടിക്കുക? ഇത് ആറ്റിൻകരയല്ല, കറ, അതായത് സ്റ്റെയിൻ. എന്തെങ്കിലും ആവട്ടെ, ഈ കേസ് എപ്പോഴാണോ കര തൊടാൻ പോകുന്നത്? സാർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡൊണേഷൻ ആണ്. എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ സാർ. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഓർഫനേജിന് വേണ്ടിയാ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. താങ്ക് യു ചേട്ടാ. സർ, ഓർഫനേജിന് വേണ്ടിയാ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. ഇതാ മോളെ. താങ്ക്സ് ചേച്ചി. എൻ്റെ അമ്മോ, ഇവനോ? എന്തുവാടേ എല്ലാരും ലവറിനെ വിളിച്ചോണ്ട് ബീച്ചിൽ ഇരുന്ന് കടല കഴിക്കും. പക്ഷെ നീ ഡൊണേഷൻ ഡൊണേഷൻ എന്ന് പറഞ്ഞ് പിച്ചെടുത്തോണ്ടിരിക്കുന്നത് ഫുള്ള് ചില്ലറയാണല്ലോടെ. ആരും ഒരു നോട്ട് പോലും തന്നില്ലേ? ഒരുത്തിനും ഇടുന്നില്ലടാ. ഒരു 10 രൂപ ഇട്ടാ എന്താ? എങ്ങനെ തരും? അതെല്ലാവർക്കും മനസ്സിലായല്ലോ. നീ ചാരിറ്റിക്ക് വേണ്ടി വന്നതല്ല, നിനക്ക് നിന്റെ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞാൻ തന്നെ നിനക്ക് 10 രൂപ ഹായ് തരാം. സതീഷ്. ഹായ് മീര, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ മീര? കുട്ടികൾക്ക് നിന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും? നിങ്ങൾക്ക് വേണ്ടിയാ കരുതിയത്. താങ്ക് യു സതീഷ്. അയ്യോ മീര, നീ എന്തിനാ ഇവനോട് താങ്ക്സ് പറയുന്നത്? നമുക്ക് ഈ സോഷ്യൽ സർവീസ് പാർട്ട് ടൈം അല്ലേ. പക്ഷെ Okay. 24/7 സാറിന് ആ പണിയാ. ചോദിച്ചു നോക്കി. അങ്ങനെയാണ് സതീഷ്. അങ്ങനെയെന്ന് വെച്ചാ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ എന്താ ചെയ്യാൻ പോന്നെ? അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാ ഇങ്ങനത്തെ എല്ലാ നല്ല കാര്യം ഞാൻ ചെയ്യും മീര. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സതീഷ്. ഒരുപാട് കാശ് കൊണ്ടുവാ. ഓക്കെ. എടാ എന്തുവാടാ ഇത്? വാ, നിനക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം.